11:43. ഇത് ഡേ 2 ഒന്നല്ല, ഡേ എത്രാമത്തെയോ ആണ്. സോ കറൻ്റ് ഇപ്പം ഞാൻ ബാംഗ്ലൂരിലോട്ട് വന്ന അതേ ബാറ്ററിനെ ഗോപ്രോയുള്ളൂ. അറൗണ്ട് 40-45% എൻ്റെ ഉള്ളൂ ചാർജ്. എന്തായാലും നമ്മൾ ആക്ച്വലി ഒരു കൊച്ചു സ്പോട്ടിലോട്ട് പോകുന്നു, ഇവിടുന്ന് ഒരു 45 കിലോമീറ്റേഴ്സ്. അപ്പം എന്തായാലും അങ്ങോട്ടേക്ക് തീർക്കാം. പെട്രോൾ അടിക്കണം, ഒന്ന് മാപ്പ് സെറ്റ് ആയിക്കോട്ടെ. അറൗണ്ട് 3 bars കാണിക്കുന്നുണ്ട്. 1 bar അപ്രോക്സ് ഒരു 35 കിലോമീറ്റേഴ്സ് കൂട്ടാം. അപ്രോക്സ് ലൈക്ക് ലോങ് അല്ലല്ലോ, ചെറിയ ചെറിയ റോഡ് കൂടെ അല്ലേ, ഒരു 35 കിലോമീറ്റർ കൂട്ടാം. എന്തായാലും പോയിട്ട് വരാനുള്ള പെട്രോൾ ഉണ്ടാവും. കുടുങ്ങില്ലെന്ന് വിചാരിക്കുന്നു, വേറെ എക്സ്ട്രാ പണിയൊന്നും തരില്ലെന്ന് വിചാരിക്കുന്നു. സോ എന്തായാലും സ്ട്രെയിറ്റ് അങ്ങോട്ട് പോകും. ലൊക്കേഷനൊക്കെ ഇട്ടിട്ടുണ്ട്, 39 കിലോമീറ്റേഴ്സ്. ആക്ച്വലി സാറ്റർഡേ ആണ്, തിരക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്. രാത്രിയാണ്, എന്നാലും ഹോപ്പിംഗ് there won't be any issues. രാത്രിയാണെങ്കിലും ട്രാഫിക്കിനൊരു കുറവില്ല എന്നൊക്കെ. ഇവരുടെ പ്രശ്നം എന്താ പറയുക, ഇതിപ്പോൾ പച്ചയായാലും കാറുകളൊക്കെ ഇങ്ങനെ നിൽക്കും കുറേ നേരം. എനിക്ക് തോന്നുന്നു 90 സെക്കൻഡ്സിൻ്റെ അടുത്ത് എന്തോ വൺ സൈഡ് തന്നെ ടൈം കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ രാവിലെ തന്നെക്കാട്ടും ചൂട് കുറവുണ്ട്, നല്ല തണുപ്പുണ്ട്. രാവിലെ എൻ്റെ മോനെ ഒരു പ്രാവശ്യം ജാക്കറ്റ് ഇറങ്ങിയായിരുന്നു, പ്രാന്തായിപ്പോയി. എല്ലാ രാത്രിയും നല്ല മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒന്നും പെയ്ത് മഴക്കാറുണ്ട്, റെയിൻകോട്ടൊന്നും എടുത്തില്ല. ബട്ട് എന്നാലും റിസ്കിങ്, ലൈക്ക് ഇൻ കേസ് മഴ വരണം എവിടെയും കയറി നിൽക്കാം, അതല്ലാതെ വേറെ ഓപ്ഷനൊന്നുമില്ല. എല്ലാം ഒരു ഹരമാണല്ലോ. നേരത്തെ 2 ടീംസ്, ഒരു CBR ഒരു R15 ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത് എക്സ്പൾസിന്. ഞാൻ പക്ഷേ ടോട്ടൽ കൊടുക്കാനൊന്നും പോയിട്ടില്ല, എന്നെക്കൊണ്ട് കഴിയൂല. ഒന്നാമത് അതങ്ങനെ പോവില്ല. ഇനിയിപ്പോൾ അതങ്ങനെ പോയാലോ പിടിച്ചാലോട്ടും കിട്ടൂല. ഇതുണ്ടോ, അതാ ഞാൻ പറഞ്ഞത്, സിഗ്നൽ ഗ്രീനാണ്. എല്ലാവരും ഇവിടെ എന്തോ പത്രം വായിക്കാൻ തോന്നുന്നു. റോഡ്സ് ആർ പ്രിറ്റി നീറ്റ്, ബട്ട് ആൾക്കാരാണ് മോനെ കിളി പാറിയമാരിയാണ് വണ്ടി ഓടിക്കണം. ഒന്നാമത് ആ റോഡ് മൊത്തം വെറ്റായിരുന്നു. അപ്പം ചുമ്മാ സീൻ പറത്തിട്ടൊക്കെ വരിക. എനിക്കാണെങ്കിൽ മലര് പേടിയാവും. പക്ഷെ ഇപ്പോൾ ആദ്യം എനിക്ക് വന്നപ്പം ഗൂഗിൾ മാപ്പ് നോക്കാൻ കുറച്ചൊരു കഷ്ടപ്പാടുണ്ടായിരുന്നു. ലൈക്ക് എന്താ പറയുക, ഇന്ന സ്ട്രീറ്റ് മറ്റേ സ്ട്രീറ്റ് ടേൺ മറ്റേതെന്നൊക്കെ പറയാം, ഫുൾ കൺഫ്യൂസ്. നമ്മളവിടെ ലെഫ്റ്റ് റൈറ്റ് കഴിഞ്ഞ് എൻഡ് ഓഫ് സ്റ്റോറി. പക്ഷെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഗൂഗിൾ മാപ്പ്. അപ്പോൾ എനിക്ക് മൊത്തം കൺഫ്യൂഷനായി. പക്ഷേ ഇപ്പം എനിക്ക് സെറ്റായി. ഇപ്പം ഞാൻ ആക്ച്വലി കുറച്ചൊന്ന് ശീലമായി, പെട്ട് പഠിച്ചിട്ട് ശീലമായി. കാര്യമായിട്ട് എന്തോ ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടോ, അതോ എന്തോ വർക്ക് നടക്കണോ? വർക്ക് നടക്കല്ലേ, വണ്ടി കത്തിയതാ. അടിപൊളി, തണുപ്പത്തെ വണ്ടി കത്താൻ. ഏതേലും ഇലക്ട്രിക് ആയിരിക്കും. ഒന്ന് നോക്കിയതാ ഫോൺ എടുത്തിട്ട്. അല്ല, ഗൂഗിൾ ആൻഡ് ഒന്നും പറയുന്നില്ല, ലെഫ്റ്റ് റൈറ്റ് ഒന്നും നേരെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ വിചാരിച്ചേ ഹെഡ്സെറ്റിൻ്റെ ബാറ്ററി തീർന്നെന്ന്. കോമഡി ആയിരുന്നേനെ. കുഴപ്പമില്ല, ഓൾ ഗുഡ്. 12 കിലോമീറ്റേഴ്സ് ഫോർ. അത്യാവശ്യം നല്ല ഹൈ സ്ട്രെച്ചാണ്. അടിച്ചേ മെന്നച്ച അങ്ങ് പോയി. അടിച്ച് പിന്നിച്ചല്ല, എക്സ്പ്രസ് കയറിപ്പോയവർ മനസ്സിലായില്ലേ, അത്രയല്ലേ പോകുള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിൽ ഇങ്ങനെ അങ്ങ് പോയി. അത്യാവശ്യം നല്ല സ്മൂത്ത് റോഡ്. സസ്പെൻഷൻ ഇങ്ങനെ കുറേ കാലമായി നല്ല റോഡ് കിട്ടിയിട്ട് എന്നുള്ള മൂഡിലായിപ്പോയി സസ്പെൻഷൻ. പെട്ടെന്ന് തമിഴ്നാട്ടിലെത്തിയൊരു ഫീല്, ലൈക്ക് കൊള്ളാമല്ലേ. കാണുന്നുണ്ടായിരിക്കും, കാണുന്നുണ്ടോ? ലൈക്ക് ഈ തമിഴ് മൂവിൽ മറ്റേ വില്ലന്മാരെ സീനൊക്കെ എടുക്കുന്ന ലൊക്കേഷൻസ് ഉണ്ടാവില്ലേ, അതുപോലെയുണ്ട്. ഇവിടെ പാർക്കിംഗ് അലൗഡ് ആണോ എനിക്കറിയില്ല. എന്തായാലും ഞാൻ വണ്ടീൻ്റെ അകത്തുനിന്ന് ഇറങ്ങുന്നില്ല. ബട്ട് ഇവിടുന്ന് ലൈക്ക് ലിറ്ററലി നമുക്ക് ഫ്ലൈറ്റ് പോകണ കാണാം. ഭയങ്കര എടുത്തിട്ട് കൂടെ, ഭയങ്കര എടുത്തൂടെ. ലാൻഡിങ് പോയിൻ്റ് ആണെന്ന് തോന്നുന്നു അവിടെ അല്ലേ. യെസ്, ലാൻഡിങ് പോയിൻ്റ് ആണോ അവിടെ. അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ലിറ്ററലി അവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ മേലെ കൂടിയാണ് പോവുക. ഇവിടെ നിൽക്കുകയാണെങ്കിൽ കറക്റ്റ് വീഡിയോ എടുക്കാൻ കുറച്ച് നൈസായിരിക്കും. സോ ലെറ്റ്സ് ഷൂട്ട് സംതിങ് ഓൺ ദ ഐഫോൺ. ബാംഗ്ലൂരും രാവിലത്തെ ബാംഗ്ലൂരും ഭയങ്കര വ്യത്യാസമുണ്ട് ക്യാരക്ടർ. ഓക്കെ, ദെയർസ് എ ഫ്ലൈറ്റ് കമ്മിങ്. ലൈക്ക് രാവിലത്തെ ബാംഗ്ലൂർ എന്ന് പറയുമ്പം എന്താ പറയുക, ഭയങ്കര സീനാണ്, ഹെവി ടെറർ ഗൈ. പക്ഷേ രാത്രിത്തെ ബാംഗ്ലൂർ എന്ന് പറയുമ്പം ഭയങ്കര കാം ക്വയറ്റ് ആയിട്ടുള്ളൊരു ബാംഗ്ലൂർ, വെരി പീസ്ഫുൾ. കുറേ എക്സ്പ്ലോർ ചെയ്ത് ഞാൻ ബാംഗ്ലൂർ. ആക്ച്വലി കുറേ ഇൻസ്റ്റയിൽ നോക്കിയാൽ മതി. ഇൻസ്റ്റയിലും ഇന്ത്യൻ ഡ്യൂഡ് തന്നെയാണ് പേര്. അപ്പം ഇൻസ്റ്റയിലും എന്താ പറയുക, എന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഞാൻ അവിടെ നടക്കുന്ന സ്റ്റോറികളൊക്കെ അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാം. യൂട്യൂബിൽ അങ്ങനത്തെ ഡീറ്റെയിൽസ് സാധനങ്ങൾ ഉണ്ടാവില്ല. ലൈക്ക് റൈഡ് പോകുന്നുണ്ടാവും, പിന്നെ അവിടുന്ന് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, അത്രയൊക്കെ തന്നെ. പോലീസാണ്. സോ വി ആർ ലീവിങ് ബാംഗ്ലൂർ റൈറ്റ് നൗ. സമയം 7:42 ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ എത്തുമ്പോൾ ഒരു 3 മണിയാവും. സോ എനിവേ വലിയ ഹെവി വീഡിയോ ഒന്നുമല്ല, എന്നാലും അത്യാവശ്യം തട്ടിക്കൂട്ടി എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട്. സോ എന്തായാലും ഞാൻ അധികമൊന്നും പറയുന്നില്ല.
ഇനി എന്തായാലും നെക്സ്റ്റ് ഷൂട്ടിന് മെയിൽ എന്തായാലും ഒന്നുകൂടെ വരണം എന്നുണ്ട്. ഒരു 5 to 6 days എന്തായാലും നെക്സ്റ്റ് ഒരു ഷൂട്ടും കൂടെ ഉണ്ട്. അപ്പോൾ അതിനെന്തായാലും ഉണ്ടാവും. അപ്പോൾ അതുവരെ സ്റ്റേ ട്യൂൺഡ്. സോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ദ വീഡിയോ, ഷെയർ ദ വീഡിയോ, സബ്സ്ക്രൈബ്. ബൈ. ഓ എന്താ ആംബിയൻസിലെ